കഴിഞ്ഞ ദിവസം മെയിൻ്റെനൻസിനായി കിട്ടിയ വീട്. അപ്പോൾ നമുക്കൊന്ന് താക്കോല് കിട്ടാൻ പറ്റാത്തതുകൊണ്ടാണ് ഫ്രണ്ട്സ് നിങ്ങളെ നമ്മളിത് എന്താണ് ചെയ്യേണ്ടതെന്ന് കാണിക്കാത്തത്. ഈ വീട്ട് ഇപ്പോൾ നമുക്ക് ഇത് ഫുൾ പെയിൻറ്റിങ് ഉൾപ്പെടെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിനകത്ത് മെയിൻ ഭാഗം നമ്മൾ ഡോർ എടുത്ത് ഇതിനകത്ത് താഴെ തന്നെ നമുക്ക് ഏകദേശം 5-6 റൂമുകളും ഉണ്ട്. ഈ റൂം ഇത് മുഴുവൻ പെയിൻ്റ് അടിക്കണം. ഇവിടുത്തെ അത്യാവശ്യം വയറിങ്ങും കാര്യങ്ങളൊക്കെ നോക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മേളിൽ നിന്ന് ഭയങ്കര ചോർച്ചയും കാര്യങ്ങളുമാണ്. അതുപോലെ നാളെ ഭയങ്കര കംപ്ലീറ്റായി ചോർച്ചയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ചോർച്ചകൾ നമ്മൾ മാറ്റണം. ആ കൂടെ തന്നെ ഇതിൻ്റെ ജനലിൻ്റെ ഒരു പാളി പോയിരിക്കുകയാണ്. അപ്പോൾ ഈ ജനലിൻ്റെ പാളി നമ്മൾ മാറ്റി കൊടുക്കണം. അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതിനകത്ത് ഓരോ റൂമുകളും നമ്മൾ ക്ലിയർ ചെയ്യണം. ഇത് ഹാളാണ്, ഇത് നമ്മൾ ക്ലിയർ ചെയ്യണം. ഇത് ആ റൂമിൽ ഒരു AC ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ AC നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കണം. AC നമ്മൾ ക്ലിയർ ചെയ്യണം. അങ്ങനെ AC നമ്മൾ ക്ലിയർ ചെയ്യണം. ഇങ്ങനെ എല്ലാ റൂമുകളും പെയിൻറ്റ് അടിച്ചെല്ലാം ക്ലിയർ ചെയ്യണം. ഇതിൻ്റെ പോയ ജനലുകളും ബാക്കി ഭാഗങ്ങളും ഒക്കെ നമ്മൾ തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ ഈ വീട്ടുകാരും തമ്മിലുള്ള എഗ്രിമെൻറ്റ്. നമ്മുടെ വർക്ക് മേളിൽ നടന്നുകൊണ്ടിരിക്കുക, വാഷിങ്ങാണ് നടക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാ വർക്കുകളും എടുക്കും. പെയിൻറ്റിങ്, പ്ലംബിങ്, ആശാരിപ്പണി എന്ന് വേണ്ട ഒരു വീടിന് വേണ്ട എല്ലാ കൺസ്ട്രക്ഷൻ വർക്കിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും. നമ്മൾ കൂടുതൽ മെയിൻ്റെനൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പാണിത്. നമ്മൾ 2ാം നിലയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുഴുവൻ ഇതുപോലെ ചെളി പിടിച്ച് കിടന്നതാണ്. നമ്മളത് മുഴുവൻ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴുകി ഇതിൻ്റെ ഭിത്തിഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് കംപ്ലീറ്റ് നമ്മൾ ക്ലിയർ ചെയ്യേണ്ട വശങ്ങളാണ്. ഇത് നമ്മൾ ക്ലിയർ ചെയ്യും. എല്ലാം നമ്മൾ ഇതുപോലെ കംപ്ലീറ്റ് ചെളിയാണ്, വർക്കാണ്. ഇത് നമ്മൾ കഴുകിക്കൊണ്ടിരിക്കുകയാണ്, വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളിങ്ങനെ അകത്ത് ഷോയിലേക്ക് പോവുകയാണ്. അകത്ത് ഓരോ വർക്കുകളാണ് നടക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇതുപോലെ ഉണ്ട്. അതിൻ്റെ സ്റ്റെയറും മേൽവശം മുഴുവൻ ഇതുപോലെ പൊട്ടി പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ക്ലിയർ ചെയ്യണം. പിന്നെ മെയിൻ ഭാഗം ഇതാണ്. പിന്നെ അടുത്ത ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ റൂമാണ്. ഈ റൂമിൻ്റെ മേൽവശം ഇതുപോലെ കംപ്ലീറ്റ് പൊട്ടി പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്യണം. പിന്നെ ബാക്ക് വശം ഇതുപോലെ ഈ റൂമിലും അങ്ങനെ തന്നെയാണ് അവസ്ഥ. ഇവിടെ ഇതുകൊണ്ട് ഇതുപോലെ കംപ്ലീറ്റ് പൊട്ടിയിരിക്കുകയാണ്. ഇതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്യണം. പിന്നെ ഇനിയുള്ളത് പറഞ്ഞാൽ വെളിവശമാണ്. വെളിവശത്ത് ഇപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ഇത് ചെളി പിടിച്ച് കിടക്കുകയാണ്. ഇതെല്ലാം നമ്മൾ കംപ്ലീറ്റ് വാഷ് ചെയ്തെടുക്കണം. ഇതെല്ലാം വാഷ് ചെയ്ത് ക്ലിയർ ചെയ്തതിന് കഴിഞ്ഞുള്ള വീഡിയോയും ഞങ്ങൾ ഇടുന്നതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങളുടെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഈ തരത്തിലുള്ള ഏത് മെയിൻ്റനൻസോ കാര്യങ്ങളോ ഉണ്ടായി ഞങ്ങളെ സമീപിക്കുക. ഞങ്ങൾ ചെറിയ റേറ്റ് ചെയ്തെല്ലാം ചെയ്തു തരുന്നതാണ്. ഞങ്ങളുടെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ റേറ്റ് ചെയ്യുന്നതാണ്.